ഇരുന്നോളൂ ഇരുന്നോളൂ ഇരുന്നോളൂ. ഉറക്കമായി കാണുന്ന നാം കരുതിയത്. നിദ്രാദേവിയുടെ അനുഗ്രഹം കുറവാണ്. അല്ലെങ്കിലും ജീവിതത്തിൽ വ്യഥകളുള്ളവർക്ക് അത് പതിവില്ലല്ലോ. ആശങ്കയാണ് എല്ലാത്തിൻ്റെയും കാരണം. ഭക്ഷണത്തിനു വേണ്ടി, പാർപ്പിടത്തിനു വേണ്ടി, അറിവിനു വേണ്ടി, ഉദ്യോഗത്തിനു വേണ്ടി എല്ലാം നാം ആശങ്കപ്പെടണം. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനം എന്തെങ്കിലും ഉണ്ടോ? അങ്ങ് നാട് ചുറ്റുന്നു, അങ്ങ് എത്തുന്ന സ്ഥലങ്ങളിൽ അങ്ങയ്ക്ക് ഭക്ഷണമുണ്ട്, ഉറങ്ങാൻ ഇടമുണ്ട്. ഇതൊന്നും വിധിച്ചിട്ടില്ലാത്തവർ എത്രയോ പേരുണ്ട്. ഒരർത്ഥത്തിൽ അതും ശരിയാ. നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ ചെറുതാണെന്ന് തോന്നും. മറ്റുള്ളവരെ കൂടി പരിഗണിക്കുമ്പോൾ നമ്മുടെ ഉയരം കൂടുകയും ചെയ്യും. അല്ലേ തിരുമേനി? വാസ്തവം. ഈ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ആശങ്ക ഇളം പ്രായത്തിലുള്ള കുഞ്ഞിനെക്കുറിച്ചായിരുന്നു. പക്ഷേ തിരക്കി വന്ന പഞ്ചമി ഒരു ഉറപ്പ് തന്നു. അത് ഈ നിമിഷം വരെ ആ കുട്ടി പാലിക്കുകയും ചെയ്തു. ഇപ്പൊ ഞാൻ തൃപ്തനാണ്. എന്റെ കുഞ്ഞും സുരക്ഷിതയാണ്. പഞ്ചമിയെ പരിചയപ്പെട്ട ശേഷം ഓരോ വാക്കിലും ഒരാശ്വാസത്തിന്റെ തണലുണ്ട്. എന്നിട്ടും ആ കുട്ടി എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചു. വാസ്തവം. അതാണ് ഞാൻ പറഞ്ഞത്. കൊട്ടാരക്കെട്ടിന്റെ സൗകര്യങ്ങളിൽ വളരേണ്ട ആ കുട്ടി കാടായ കാടുകൾ മുഴുവൻ കയറി ഇറങ്ങിയിരിക്കുന്നു. എച്ചിലിലകളിൽ നിന്ന് അന്നം കഴിച്ചിരിക്കുന്നു. എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, അലംഘനീയമായ വിധി. പക്ഷേ അതുകൊണ്ടെന്താ, തിരിച്ച് ദേശമംഗലത്തേക്ക് എത്തിയപ്പോ പാകത വന്നവളായിരിക്കുന്നു. പഞ്ചമി തന്നെയാണ് ഇപ്പോ ഈ നാടിന്റെ ഐശ്വര്യം. അസ്വസ്ഥമായ ചിന്തകൾ വിട്ടേക്കൂ. ദേവിയെ മനസ്സിൽ നന്നായി ധ്യാനിച്ച് കിടന്നോളൂ. നിദ്രാദേവി അനുഗ്രഹിക്കും. സ്വാമി, അവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചോ? അതേ തമ്പുരാൻ, നമ്മുടെ യാത്രയ്ക്കുള്ള സമയമായി. ദേവിയുടെ കൃപയാൽ ഇവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുകയാണ്. അതിന്റെ പൂർണ്ണത വരെ അങ്ങിവിടെ ഉണ്ടാവേണ്ടതല്ലേ? ക്ഷമിക്കുക. നമ്മുടെ വരവും പോക്കും ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് അങ്ങയോട് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ഇങ്ങോട്ട് പുറപ്പെടാൻ കൽപ്പിച്ച അമ്മ തന്നെ തിരിച്ചു പോകാനും പറഞ്ഞിരിക്കുന്നു. അങ്ങ് വിഷമിക്കുന്നത് എന്തിനാണ്? ഇത്രയൊക്കെ ചെയ്ത മഹാമായ ഇനി അങ്ങയെയും അങ്ങയുടെ രാജ്യത്തിനെയും കൈവിടില്ല. സമാധാനമായിരിക്കൂ. നമ്മെ പോകാൻ അനുവദിക്കുക. ശരി, എല്ലാം അങ്ങ് പറയുന്നത് പോലെ. അനുഗ്രഹിച്ചാലും സ്വാമി. അമ്മേ ഭഗവതി. നന്മ വരട്ടെ. അയ്യോ, എന്തുപറ്റി? എഴുന്നേക്കൂ. എന്തുപറ്റി? എന്തുപറ്റി? വെള്ളം വേണം. ദാ, ഇത് ക്ഷേത്രത്തിൽ ദേവിക്ക് അഭിഷേകം ചെയ്ത പാലാണ്. ഇത് കുടിച്ചോളൂ. ഇവിടെ ഒന്നും മുമ്പ് കണ്ടിട്ടില്ലല്ലോ.
എവിടെ നിന്നാണ്? എന്തുപറ്റി ഇങ്ങനെ തളർന്നു വീഴാൻ? കാര്യം എന്താണെന്ന് പറയൂ. കാര്യം അറിഞ്ഞ കുട്ടിയെ എന്നെ ആട്ടി ഓടിക്കും. എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. ഞാൻ നടക്കട്ടെ. നോക്കൂ, ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. വഴിയിൽ ഇങ്ങനെ തളർന്നു പോയാൽ ഇതുപോലെ സഹായിക്കാൻ ആരും കണ്ടില്ലെങ്കിലോ? അങ്ങനെ തീരാനാണ് വിധിയെങ്കിൽ തീരട്ടെ. അല്ലെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നോണ്ട് എനിക്ക് പോലും ഒരു പ്രയോജനവും ഇല്ല. എനിക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റും. പക്ഷേ അതിനു മുമ്പ് എനിക്കറിയണം നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന്. മാണിയൻ നാടെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അത് ഒരുപാട് ദൂരെയല്ലേ? അവിടുത്തെ നാടുവാഴി തമ്പുരാന്റെ കൈകാര്യക്കാരനായിരുന്ന ചന്ദ്രസേനന്റെ മകളാണ് ഞാൻ. എന്നിട്ട് പിന്നെ ഈ അവസ്ഥയിൽ? വിധി. കുട്ടിക്കാലം മുതൽ അറിവുകളോടായിരുന്നു കമ്പം. ഏട്ടനോട് മത്സരിച്ച് വേദങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ സ്വായത്തമാക്കി. തർക്കശാസ്ത്രം പഠിച്ചു, ഗണിതവും ഒരു കൈ നോക്കി. പക്ഷെ ആ അറിവ് തന്നെ ജീവിതത്തിന് വിലങ്ങുതടിയായി. അറിവ് വിലങ്ങുതടിയാവുകയോ? അതെങ്ങനെ? പെണ്ണിന് അറിവെന്തിനാ? ഈ ചോദ്യം ചോദിച്ചത് എന്റെ നാട്ടിലെ ജ്ഞാന പണ്ഡിതൻ എന്ന സ്വയം വിശേഷിപ്പിക്കുന്ന ആളാ. ഒരു ദിവസം ക്ഷേത്രമുറ്റത്ത് വെച്ച് എന്റെ അറിവിനെ പരീക്ഷിക്കാൻ വേണ്ടി എന്നോട് അദ്ദേഹം കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറയുകയും ചെയ്തു. എന്നെ അനുഗ്രഹിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. എങ്കിലും അടങ്ങാത്ത പകയുണ്ടായിരുന്നു ആ മനസ്സില്. എന്നിട്ട് അന്ന് രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ ഉറക്കറയിൽ എനിക്ക് പരിചയമില്ലാത്തൊരു പുരുഷൻ. ഞാൻ അലറി വിളിച്ചു. എല്ലാവരും ഉണർന്ന് എണീറ്റ് വന്നു. കൂട്ടത്തിൽ അടുത്ത ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആ പണ്ഡിതനും. എന്റെ നിലവിളി ആരും കേട്ടില്ല. എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആരും ചോദിച്ചില്ല. ഉറക്കറയിലേക്ക് അന്യപുരുഷനെ വിളിച്ചു കയറ്റിയവൾ അങ്ങനെ ഒരു പട്ടം ചാർത്തി തന്നു. എല്ലാം ആ പുരോഹിതന്റെ കുതന്ത്രങ്ങളായിരുന്നു. എന്റെ മുന്നിൽ തോറ്റുപോയ ആ പുരോഹിതൻ എന്നെ നാട് കടത്തുക എന്ന ശിക്ഷയും വിധിച്ചു. പ്രതികാരം ഭംഗിയായി നിർവഹിച്ചു. അലഞ്ഞ വഴികൾ എത്ര, ഏറ്റുവാങ്ങിയ പീഡനങ്ങൾ എത്ര അറിയില്ല. എന്നിട്ടും ഇങ്ങനെ നടക്കുന്നു, മരണവും തേടി. വെറുപ്പ് തോന്നുന്നില്ലേ ഈ വഴിമിഴച്ചവളോട്? ഇല്ല, ഇതൊരിക്കൽ ഞാനും അനുഭവിച്ചത് തന്നെയാണ്. പെണ്ണെന്നും തോൽപ്പിക്കപ്പെടുന്നവൾ തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ. എനിക്ക് മനസ്സിലായില്ല. വേണ്ട, എന്റെ കഥ ഇതിൽ നിന്നും വ്യത്യസ്തമല്ലെന്ന് തൽക്കാലം മനസ്സിലാക്കിക്കോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഭക്ഷണം, താമസിക്കാൻ ഒരിടം, അതുപോലെ. നാട് വാഴുന്ന തമ്പുരാന്റെ സഹോദരിയാണ് ഞാൻ. ഒരു കാര്യം ചെയ്യുക, ഇവിടെ തൊട്ടടുത്ത ദേശക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയുടെ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അവിടേക്ക് വരുന്നതിൽ വിരോധമുണ്ടോ? തർക്കം പറയുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ സംസാരിച്ചോളാം. ക്ഷേത്ര ചടങ്ങുകളിൽ ഒരു സഹായിയായിട്ട് തൽക്കാലം കൂടിക്കോളൂ. എങ്കിൽ സന്തോഷമായി. ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുന്നതിൽ പരം ആനന്ദം വേറെന്തുണ്ട്? എന്നാൽ നടന്നോളൂ. പൂർവ്വവൃത്താന്തമൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. എന്റെ പരിചയത്തിലുള്ള ഒരാൾ. അങ്ങനെ തൽക്കാലം ഞാൻ പറയൂ. വരൂ. എന്താണ് അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നോളൂ, വന്നോളൂ. കൊട്ടാരത്തിലേക്ക് മടങ്ങിയതാണല്ലോ, പിന്നെന്തിനാ തിരിച്ചു വന്നത്? വഴിയിൽ ഇവരെ കണ്ടു. ഒരു പാവമാണ്. പാവമാണെന്ന് ഇവൾ തന്നെ പറഞ്ഞതാണോ, അതോ ഗണിച്ച് അറിഞ്ഞ് നിശ്ചയിച്ചതാണോ? വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. തൽക്കാലം ഞാൻ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഒരു സഹായിയായി ക്ഷേത്രത്തിൽ നിന്നോട്ടെ എന്ന് കരുതിയാണ്.
സാധ്യമല്ല. ക്ഷേത്രത്തിൽ നടക്കുന്നത് വിശുദ്ധമായ ഒരു ചടങ്ങാണ്. അതിന് കൂടെ നിൽക്കാനുള്ള യോഗ്യത ആരാണ് തീരുമാനിക്കുന്നത്? നീയാണോ? ഏട്ടൻ ക്ഷമിക്കൂ. കൂട്ടിക്കൊണ്ടുവന്നത് ക്ഷേത്രത്തിലേക്കല്ലേ, കൊട്ടാരത്തിലേക്കല്ലല്ലോ. ഇവിടെ എന്തെങ്കിലും അനർത്ഥങ്ങൾ നടക്കുകയാണെങ്കിൽ അത് ദേവി നോക്കുമല്ലോ. ഓ, അപ്പോഴും എന്റെ വാക്കിന് വില കൽപ്പിക്കുന്നില്ല എന്ന് സാരം. അയ്യോ, അങ്ങനെയൊന്നും കരുതരുത്. ഒരിക്കൽ ഞാൻ അനുഭവിച്ച ദുഷ്പേര് ഇവരും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എത്രമാത്രം അലഞ്ഞുവോ അതിനേക്കാൾ കൂടുതൽ അതുപോലത്തെ ദുഷ്പേരും ചുമന്ന് ഇവർക്ക് നടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ കൂടിയൊരു തിരിച്ചറിവ് എനിക്ക് വേണ്ടെന്ന് തോന്നി. ഒരാളെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴും നമുക്ക് നേരെയുള്ള അമ്പിന്റെ മൂർച്ച കുറയുന്നില്ല. നടക്കട്ടെ. ക്ഷേത്രവും കർമ്മങ്ങളും ഒക്കെ അനുജത്തിക്ക് പതിച്ചു തന്നിരിക്കുകയാണല്ലോ ഏട്ടൻ തമ്പുരാൻ. ഞാനൊന്നും പറയുന്നില്ലേ. അപ്രിയം തോന്നരുത് അടിയൻ. വിശേഷണങ്ങളൊക്കെ ഇവിടെ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ഞാൻ കാരണം പിണങ്ങേണ്ടി വന്നല്ലോ. സാരമില്ല, വന്നോളൂ. പഞ്ചമി, ഇന്നും അതിഥിയുണ്ടല്ലോ പഞ്ചമിക്ക്. നാട് വിട്ടുപോയവർ തിരികെ എത്തിയല്ലോ. കൂട്ടത്തിൽ നാട്ടുകാരല്ലാത്തവരും കൂടെയുണ്ട്. എല്ലാം അമ്മ ചൈതന്യത്തിലേക്ക് വരുന്നതിന്റെ ലക്ഷണമാണ്. ഇത് മാധു. ആരാ എന്താണെന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ആയിക്കോട്ടെ. തിരുമേനി, പൂജാദ്രവ്യങ്ങൾ ഒരുക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവരെ കൂടി ചേർക്കുന്നതുകൊണ്ട് വിരോധം ഉണ്ടാവുമോ? എന്ത് വിരോധം? കൂട്ടിക്കോളൂ. പഞ്ചമി തെറ്റായ ഒരു തീരുമാനമെടുക്കില്ലെന്ന് എനിക്കറിയാം. പേടിക്കണ്ട കേട്ടോ. ചേർത്ത് പിടിച്ച കൈകൾ സുരക്ഷിതമാണ്. ഞാൻ നോക്കിക്കോളാം. അങ്ങ് കർമ്മങ്ങൾ ചെയ്തോളൂ. തിരുമേനിയുടെ കുഞ്ഞാണ്, അമ്മയില്ലാത്ത കുട്ടി. ഇവിടെ ചുമതല എനിക്കാണ്. കുഞ്ഞിനെ എനിക്കൊന്ന് നോക്കാമോ? ഇതിനൊക്കെ എന്തിനാണ് അനുവാദം ചോദിക്കുന്നത്? നല്ല ഐശ്വര്യമുള്ള കുഞ്ഞ്. എന്താ രസം. തിരുമേനി ഇവിടെ വന്നതിന് ശേഷം കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഞാൻ കുഞ്ഞിനെ ഒന്ന് തൊട്ടോട്ടെ? അതിനെന്താ, തൊട്ടോളൂ. പൂവിൽ തൊടുന്ന പോലെ. ക്ഷേത്രം, പൂജാരി, തമ്പുരാട്ടി, ഈ കുഞ്ഞ് എന്തോ വലിയൊരു ആശ്വാസം തോന്നുന്നു. ആദ്യം എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് ഈ ക്ഷേത്രത്തിലെ സേവകരുടെ കൂടെ കൂടിക്കോളൂ. ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. വന്നോളൂ. ഒരു കാര്യം ഓർത്തോളൂ ശകുന്തളെ. അനിയൻ തമ്പുരാൻ പഞ്ചമിക്ക് പ്രാധാന്യം ധാരാളം കൊടുക്കുന്നുണ്ടെങ്കിലും ഒരമ്മയുടെ വയറ്റിൽ പറഞ്ഞത് നീയും തമ്പുരാനുമാണ്. എന്നിട്ടിപ്പോ നിന്റെ സ്ഥാനം എവിടെയാണ് ശകുന്തളെ? കൊട്ടാരത്തിൽ ഇപ്പോ ഒരു തോഴിയുടെ വില പോലും ഉണ്ടോ നിനക്കിപ്പോ? തെറ്റ് പുറത്തു എന്ന് പറഞ്ഞതാണല്ലോ, പിന്നെ എന്തിനാ ഈ വ്യത്യാസം കാണിക്കുന്നത്? ക്ഷേത്രകർമ്മങ്ങൾക്കിടയിൽ നമുക്ക് എന്തോ ഒരു സ്ഥാനം വിധിച്ചു തന്നു എന്ന് കേട്ടു. പേരിനൊരു പദവി, അത്രേ ഉള്ളൂ.
ഞാനിപ്പോ എന്താ വേണ്ടത്? ഈ തിരക്കുകൾക്കിടയിൽ അനിയൻ തമ്പുരാനെ സ്വസ്ഥമായിട്ടൊന്നും കിട്ടുന്നുകൂടിയില്ല. ഈ തിരക്കുകൾ കഴിഞ്ഞാലും ഏട്ടൻ തമ്പുരാൻ നിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുമെന്നാണോ നീ കരുതുന്നത്? ഒരിക്കലുമില്ല. നമ്മളെ അവർ പുറന്തള്ളി കഴിഞ്ഞു. പഞ്ചമി, ഇവിടെ വരൂ. എന്താ ജ്യേഷ്ഠത്തി? ക്ഷേത്ര കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നിന്നെ ആരാണ് ചുമതലപ്പെടുത്തിയത്? തീരുമാനങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ. ദേശക്കാരല്ലാത്തവർ, ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവർ, അങ്ങനെ പലരും ക്ഷേത്രത്തിലെത്തുന്നുണ്ടല്ലോ. അവരെയൊക്കെ സ്വീകരിക്കുന്നത് നീയല്ലേ? നാം അതിന് എതിർപ്പ് പറഞ്ഞപ്പോ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് നമ്മെ അപമാനിക്കുകയല്ലേ നീ ചെയ്തത്? നടക്കുന്നത് ക്ഷേത്രകർമ്മങ്ങളല്ലേ? പാവങ്ങളായ വഴിപോക്കർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുകയോ വിശ്രമിക്കാൻ അവസരം ചോദിക്കുകയോ ചെയ്യുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് ഏട്ടൻ തമ്പുരാനും വിലക്കാറില്ല. ഏട്ടൻ തമ്പുരാൻ ഒന്നിനും വിലക്ക് പറയാറില്ല. ഏട്ടൻ തമ്പുരാനെയും ഭാര്യയും അങ്ങനെ വശത്താക്കി വച്ചിരിക്കയല്ലേ നീ? എന്തിനാണ് ജ്യേഷ്ഠത്തെ ഇങ്ങനെ സംസാരിക്കുന്നത്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരിക്കൽ ഞാൻ നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നീ എന്റെ സഹോദരി അല്ല എന്ന ശക്തമായ തീരുമാനത്തോട് തന്നെയാണ്. കാലം എത്ര കഴിഞ്ഞാലും ഇനി അതിൽ മാറ്റം വരാനും പോകുന്നില്ല. അധികാരം മുഴുവൻ പിടിച്ചടക്കാൻ പോകുമ്പോ ആലോചിച്ചോളൂ, കഴിഞ്ഞതൊക്കെ ഒരു വട്ടം കൂടി ആവർത്തിക്കാൻ ശകുന്തളയ്ക്ക് അറിയാം. മതി, നിർത്ത്. ഉപദേശിച്ചാലും ശിക്ഷിച്ചാലും പ്രയോജനമില്ലാത്തവർ കുറെ പേർ ഈ ഭൂമുഖത്തുണ്ട്. എന്ത് ചെയ്യാം? പരിശുദ്ധമായൊരു കർമ്മത്തിന്റെ പാതയിൽ നിൽക്കുന്നോണ്ട് പഞ്ചമിയോട് പറഞ്ഞതിനൊന്നും ഇപ്പൊ നാം മറുപടി പറയുന്നില്ല. പക്ഷേ ഒന്നോർത്തോളൂ, പഞ്ചമിക്ക് നീതി കൊടുക്കുന്നതിൽ ദേശമംഗലത്ത് തമ്പുരാന് പിഴവ് പറ്റിയിരിക്കുന്നു. സ്വന്തം സഹോദരി നിറവുകേട് കാണിച്ചാൽ ഇനി ഒരിക്കലും ശിക്ഷയ്ക്ക് ഇളവുണ്ടാകില്ല. താങ്കളോടും കൂടിയാ പറയുന്നത്. സ്ഥാനം പ്രായത്തിന്റെ അവകാശമല്ല, നല്ല ചെയ്തികളിലൂടെയാ പഞ്ചമി എല്ലാവരുടെയും മനസ്സ് പിടിച്ചു പറ്റുന്നത്. തമ്പുരാൻ നീണാൾ വാഴട്ടെ. നാടെങ്ങും ശുഭവാർത്തയാണ്. അതിർത്തി കടന്നുപോയ നമ്മുടെ പ്രജകളെല്ലാം കൂട്ടത്തോടെ തിരിച്ചെത്താൻ തുടങ്ങിയിരിക്കുന്നു. സത്രങ്ങളിലും സരസ്വതി മണ്ഡപങ്ങളിലുമെല്ലാം സഞ്ചാരികളുടെ തിരക്ക് തുടങ്ങിയിരിക്കുന്നു തമ്പുരാൻ. എന്തിന്? വർഷങ്ങളായി ദേശമംഗലത്തേക്ക് എത്താതിരുന്ന ദേശാടന കിളികൾ പോലും തിരിച്ചെത്തിയിരിക്കുന്നു. എല്ലാം ദേവി മഹാമായയുടെയും പരമേശ്വരന്റെയും അനുഗ്രഹം. അമ്മേ ഭഗവതി. എല്ലാവരും പൂജാവിധികൾ നന്നായി പൂർത്തിയാക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതാണ് എല്ലാവർക്കും അഭികാമ്യം. അറിഞ്ഞില്ലേ ദേശമംഗലത്തെ വിശേഷങ്ങൾ? ഇന്ന് രാത്രി ആട്ടവും പാട്ടവുമായി ദേശമംഗലത്തിന്റെ ഉത്സവം നടക്കുന്നു. വിശേഷാൽ പൂജയുടെ ഒടുക്കം ദേവീ ചൈതന്യം ദേശമംഗലത്ത് അലയടിക്കും. അത് സംഭവിക്കുന്നില്ലെന്നല്ലേ മാതുലന്റെ വാക്ക്? കുഞ്ഞിനെ കൊണ്ടുവരാൻ ആളെ അയച്ചു എന്ന് മാതുലൻ പറഞ്ഞത് കള്ളമാണ്. ദേശമംഗലത്തിന്റെ മണൽത്തരി അനങ്ങിയാൽ പോലും അത് ഇവിടെ എത്തിക്കുന്ന വിമല പോലും അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. പിന്നെ ആരാ? മാതുലൻ ക്ഷമിക്കണം. സൈരന്ദ്ര അറിവില്ലായ്മ കൊണ്ട്. അറിവില്ലായ്മയല്ല, അഹങ്കാരം കൊണ്ടാ. അതേ മാതുല, ഞാൻ അഹങ്കാരിയാ. സേനാപതിയുടെ മകളെന്ന പേരിലും മാതുലന്റെ മരുമകൾ എന്ന പേരിലും ഞാൻ അഹങ്കാരി തന്നെയാ. തോറ്റുപോകുമ്പോൾ കോപമുണ്ടാകുന്നത് സ്വാഭാവികം. ഇനി എന്ത് പറഞ്ഞാണ് മാതുലൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നത്? അതോ മാതുലനും പുറപ്പെട്ടു പോകുന്നുണ്ടോ ദേശമംഗലത്തിന്റെ ഉത്സവരാവിൽ? വാക്കുകൾക്ക് ലക്ഷ്യം പിഴയ്ക്കുന്നില്ല. എറിഞ്ഞുകൊള്ളിക്കേണ്ടത് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ നിനക്ക്. ദേശമംഗലത്തിന്റെ ഉത്സവം മുടക്കാൻ നാം നിന്നോട് പറഞ്ഞോ? ഇല്ല. ദേശമംഗലത്ത് അത്ഭുത പ്രവർത്തികൾ എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ പറഞ്ഞു.
ഇല്ല, പറഞ്ഞത് ഒരേ ഒരു കാര്യം, വിഷ്ണുദത്തന്റെ കുഞ്ഞ് ഈ ബലിത്തറയിലെത്തുമെന്ന്. അത് സംഭവിച്ചില്ലെങ്കിൽ മാത്രമാണ് ഈ പ്രതിഷേധത്തിനൊക്കെ നിനക്ക് അവകാശം. മോനെ നാഗേന്ദ്ര, ബലിക്ക് മുമ്പുള്ള പൂജയ്ക്ക് സകല സന്നാഹങ്ങളും ഒരുക്കിയിരിക്കണം. നാളെ പുലർകാലത്ത് അങ്ങനെ ഒരു ബലി ഇവിടെ നടന്നില്ലെങ്കിൽ പിന്നെയും മാതുലനില്ല. ഇത് സത്യം. അതിഗംഭീരമായിരിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു ആഘോഷം ദേശമംഗലത്ത് അടുത്ത് നടന്നിട്ടില്ല. ഇത്രയും നാൾ ദേശാന്തരത്തിലായിരുന്നല്ലോ. ഇതൊന്നും മറന്നുപോയില്ല എന്നുള്ളത് ഈശ്വരന്റെ അനുഗ്രഹം. അല്ലാതെ എന്തു പറയാൻ. പഞ്ചമി ഏതായാലും ദേവിയുടെ ചൈതന്യത്തിലായിരുന്നല്ലോ. ഐശ്വര്യം കാണായിരുന്നു. സുധാമണി, കുഞ്ഞിനെ ഒന്ന് നോക്കൂ.